ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിലൂടെ ദൈവത്തിനു വേണ്ടി എന്തോ വലിയ കാര്യം താൻ ചെയ്യുന്നുവെന്ന് പൗലോസ് ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൻ യാത്ര ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് കർത്താവ് അരുളി ചെയ്തത്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ശൗൽ എന്ന പൗലോസ് വിറച്ചും ആശ്ചര്യപ്പെട്ടും കർത്താവിനോട് ചോദിച്ചതത്രേ, ലോർഡ്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? നാം ഒക്കെ സാധാരണ ചോദിക്കുന്നതത്രേ, കർത്താവേ, നീ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഏറെ ഇഷ്ടം. എന്നാൽ നാം പലപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി മറന്നു പോകാറുണ്ട്. നമുക്ക് വേണ്ടി ദൈവം എന്ന ഒരു തത്വമാണ് നാം പുലർത്തിപ്പോകുന്നത്. നമുക്ക് വേണ്ടി ദൈവം മാത്രമാണുള്ളത് എന്ന തത്വം നിലനിൽക്കെ തന്നെ ദൈവത്തിന് വേണ്ടി നാം എന്ന ഒരു തത്വവും നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. അവിടുത്തെ തിരുഹിതം ഭൂമിയിൽ നടപ്പാക്കുവാൻ, അവിടുത്തെ രാജ്യത്തിൻ്റെ പദ്ധതി ചെയ്യുവാൻ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ശൗൽ ചോദിച്ചതുപോലെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിനായി കർത്താവ് ഇന്ന് കാത്തിരിക്കുകയാണ്. ശൗൽ ചോദിച്ചതിന് കർത്താവ് മറുപടി പറഞ്ഞതത്രേ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. ശൗലിൻ്റെ ശുശ്രൂഷ അങ്ങനെ ആരംഭിച്ചു. ലോകത്തെ കീഴ്മേൽ മറിച്ച ശ്രേഷ്ഠ ശുശ്രൂഷയുടെ അവസാനത്തോടടുക്കും വേളയിൽ പൗലോസ് തിരിഞ്ഞ് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം വാക്യം, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഓരോ ആഗ്രഹങ്ങളാണുള്ളത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മളിലൊരു സമർപ്പണം ആവശ്യമായിരിക്കുന്നു. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അതെന്ത് തന്നെയായാലും അത് ചെയ്യുവാനായി എന്നെ ഇതാ സമർപ്പിക്കുന്നു. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.